بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر. لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ഈ ഈദിൻ്റെ പുണ്യസമയങ്ങളിലും ജീവിതത്തിൽ ഉടനീളവും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മാസക്കാലത്തെ വ്രതശുദ്ധി ആ റമളാനിന് വിരാമം കുറിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെയും അതേപോലെ തന്നെ സമാധാനത്തിൻ്റെയും ആഘോഷത്തിൽ ഈദുൽ ഫിത്തറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് പടച്ചറബിന് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ നമസ്കരിക്കാനും അള്ളാഹുവിൻ്റെ മഹത്വം ഉയർത്തി പറയുവാനും വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഈദിന്റെ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഈദിന്റെ സന്ദേശം, ഈദിന്റെ ഖുതുബ ശരിയാവണ്ണം ശ്രവിക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, ഈ പറയപ്പെടുന്ന ഉപദേശങ്ങൾ അത് ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രിയമുള്ളവരെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു മാസം മുമ്പ് നമ്മളൊരു പാഠശാലയിൽ അഡ്മിഷൻ എടുത്തു. ആ പാഠശാലക്ക്, ആ സ്ഥാപനത്തിന് ഒരു സംസ്കാരമുണ്ട്, അതിനൊരു ചിട്ടയായ ജീവിതമുണ്ട്. അതേപോലെ തന്നെ അതിന് ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന് ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ റമളാൻ എന്ന പാഠശാലയിൽ നമ്മൾ അഡ്മിഷൻ എടുത്തപ്പോൾ നമ്മളുടെ മൊബൈലുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചു. ഞാനൊരു നോമ്പുകാരനാണ്, ഞാനത് കാണാൻ പാടില്ല. ഞാൻ കുറച്ച് ഖുർആൻ ഓതണം, അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിരിക്കണം. നോമ്പ് കൊണ്ട് നരകം വാങ്ങുന്ന ആളുകളുണ്ട്, നോമ്പ് കൊണ്ട് പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ കോപം വാങ്ങുന്ന ആളുകളുണ്ട്. അതിൽ ഞാൻ പെടാൻ പാടില്ല, എന്റെ കുടുംബം പെടാൻ പാടില്ല. കുറച്ച് കഷ്ടപ്പെട്ടാലും രാത്രിയിൽ ഉറക്കമിളച്ചാലും അള്ളാഹുവിന്റെ പ്രീതി, സ്വർഗം എനിക്ക് കരസ്ഥമാക്കണം എന്ന ചിട്ടയായ സംസ്കാരത്തിന്റെ സ്ഥാപനത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ആ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ സ്ഥാപനം നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ ഉദ്ദേശിക്കപ്പെടുന്നുള്ള സംസ്കാരവും മഗ്ഫിറത്തും മർഹമത്തും സ്വർഗ പ്രവേശനവും നരകമോചനവും ഒക്കെ നേടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ ഈദിന്റെ ഈ പുണ്യ സമയത്ത് ആലോചിക്കേണ്ടതുണ്ട്.
തഖ്വ നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ? എൻ്റെ പ്രിയമുള്ള സഹോദരികളെ, ആ തഖ്വയിലാണ്, ആ തഖ്വയുള്ള ആളുകളാണ് സ്വർഗത്തിലേക്ക് കാലുകുത്തുകയുള്ളൂ. ആ സ്വർഗത്തിലേക്ക് കാലുകുത്താനുള്ള ആ സ്വർഗം മുത്തഖികൾക്കുള്ളതാണെങ്കിൽ അതിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സമയമാണിത്. അതേപോലെ തന്നെ ധാരാളം നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി, അല്ലേ? നമ്മൾ റമദാനിന്റെ അവസാനത്തെ പത്തിലും അതിൽ ഒറ്റയിട്ട രാവുകളിലും പള്ളികളിൽ സജീവമായപ്പോ, വിശുദ്ധ ഖുർആൻ ഇടതടവില്ലാതെ ഓതിയപ്പോ, ദിക്റുകളും അദ്കാറുകളും കണക്കില്ലാത്ത ദാനധർമ്മങ്ങളും നമ്മൾ ചെയ്തപ്പോ, നമ്മുടെ അങ്ങാടികളിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു, നമ്മുടെ ഉടപ്പിറപ്പുകൾ ഉണ്ടായിരുന്നു. അവർക്ക് റമദാൻ എന്ന ഈ പാഠശാലയിൽ കയറിയിട്ടും അതിന് അള്ളാഹു അപാരമായ അനുഗ്രഹം നൽകിയിട്ടും അവർക്ക് മാറ്റമുണ്ടായിട്ടില്ല. അള്ളാഹുവിലേക്ക് അടുക്കണം, സ്വർഗത്തിലേക്ക് ഓടണം, നിങ്ങൾ ഓടിപ്പോകണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിത്തന്ന ആയത്തുകൾ അവരിൽ മാറ്റമുണ്ടാക്കിയിട്ടില്ല. അവര് നമ്മളാകാനും നമ്മൾ അവരാകാനും അള്ളാഹു തീരുമാനിച്ചാൽ സാധിക്കുമായിരുന്നു. നോക്ക് നിങ്ങൾ, റമദാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട് രാവുകളിൽ പോലും അങ്ങാടികളിലും ക്ലബ്ബുകളിലും ഇരുന്ന് നമസ്കാരത്തിന് പോലും, ഫർള് നമസ്കാരങ്ങൾക്ക് പോലും എത്താത്ത ആളുകൾ, അവസാനത്തെ ജുമഅക്ക് പോലും ഞാൻ ശ്രദ്ധിച്ചു, ഈ ഉള്ളവൻ ശ്രദ്ധിച്ചു, ഖതീബ് മിമ്പറിൽ കയറി രണ്ടാമത്തെ ഖുത്ബക്ക് കയറി വരുന്ന ഹതഭാഗ്യന്മാരായ ആളുകൾ. നമ്മൾ എന്തുകൊണ്ട് 10 മണിക്ക് പള്ളിയിലെത്തി? അള്ളാഹു നമുക്ക് നൽകിയ തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ തൗഫീഖ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹു നിങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് മതബോധം തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിന്റെ വില നമുക്ക് പറഞ്ഞു തന്നു. ഇബാദത്തുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട റബ്ബിന്റെ മഹത്വം വിളിച്ചോതാൻ, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അവൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകി, അവൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകി. അതുകൊണ്ട് തന്നെ വലിതുകബ്ബിറുല്ലാഹ്, അള്ളാഹുവിനെ തക്ബീർ പറയാൻ, ചൊല്ലാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇവിടെ. അതാണ് ഈദ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സമയത്ത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറച്ചെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തള്ളാനും കൊള്ളാനുമുള്ള അവകാശം റബ്ബിനുണ്ട്. കാരണം അതിലെന്തെല്ലാമാണ് പോരായ്മകൾ വന്നിട്ടുള്ളത് എന്നുള്ള പ്രിയമുള്ളവരെ നമുക്കറിയുകയില്ല. നാളെ കൂലി വാങ്ങാൻ വേണ്ടി നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒന്നുമില്ലാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്, ഒന്നുമില്ലാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് ആത്മാർത്ഥമായി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മുഅ്മിൻ അമലുകൾ ചെയ്യുന്നവൻ മാത്രമല്ല, അമലുകൾ ചെയ്യുക എന്നുള്ള പ്രവർത്തനം മാത്രമല്ല മുഅ്മിൻ ചെയ്യേണ്ടത്, ആ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 60-ാമത്തെ ആയത്ത് ഇറങ്ങുന്നു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലാ, സ്വർഗ്ഗസ്ഥരായ ആളുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ അടിയാന്മാരെ കുറിച്ച്. അതാ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്നും വാരിക്കോരി ചെലവഴിക്കുന്നവരാണ്, പടച്ചറബിനെ ഭയപ്പെടുന്നവരാണ്, സ്വർഗത്തിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾ ഭയപ്പാടിലാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഉമ്മയായ ആയിഷുമ്മ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, പ്രവാചകരെ, സ്വർഗത്തിന്റെ അവകാശികളുടെ കാര്യമാണല്ലോ പറയുന്നത്, അവർ നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണല്ലോ, എന്നിട്ടെന്തേ അവർ ഭയപ്പെടുന്നത്? അവര് മുൻ ജീവിതങ്ങളിൽ കള്ളുകുടിച്ചവരും പെണ്ണു പിടിച്ചവരും തോന്നിവാസികളുമായിരുന്നോ? ആ തെറ്റിന്റെ പേരിലാണോ, ആ തെറ്റിനെ ഓർത്തിട്ടാണോ അവർ ഭയപ്പാടിൽ ജീവിക്കുന്നത്? ഇത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു ആയിഷ ബീവിക്ക്, അല്ല ആയിഷ, ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമാകുന്നതോടുകൂടി അള്ളാഹ് പുറത്തു കൊടുക്കുന്നു. പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള ഭയപ്പാടാണ് അവർക്ക് എന്ന് സ്വർഗസ്ഥരായ ആളുകൾക്കുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹാബത്ത് മുൻഗാമികൾ ഒരു റമദാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം പടച്ചറബേ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു 6 മാസക്കാലം അടുത്തൊരു റമദാനിൽ ജീവിക്കാനുള്ള അവസരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഏത് സമയത്തും പടച്ചറബിനോട് പ്രാർത്ഥിക്കണം. ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വെറുതെ ആയി പോകുന്ന ആലോചിച്ച് നോക്കി നിങ്ങൾ. അവിടെ ഒന്നുമില്ല, അവിടെ ചെന്നപ്പോ ഒന്നുമില്ല. എൻ്റെ നിസ്കാരം കുറെ ഉറങ്ങി തൂങ്ങിയിട്ടാണ് നിസ്കരിച്ചത്,
ലിസ്റ്റിലില്ലട്ടോ എന്ന് പറഞ്ഞാൽ, ഉറക്കം വന്നിട്ടും നമ്മൾ കഷ്ടപ്പെട്ട് എന്തേ നിസ്കരിക്കാൻ നിന്നത്, എന്തേ നമ്മൾ നമസ്കരിക്കാൻ നിന്ന്, വീണ്ടും മുഖം കഴുകി വീണ്ടും നിസ്കരിക്കാൻ നിന്നു, വീണ്ടും ഉറക്കം വരുന്നുണ്ട്. നമ്മുടെ നോമ്പിൽ ഒരുപാട് പൊഴിക്കുത്തുകൾ വന്നിട്ടുണ്ട്. എന്നാലും പടച്ചറപ്പ് നമുക്ക് നൽകിയിട്ടുള്ള ആ തഖ്വയും തൗഫീഖും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം പടച്ചറപ്പിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്നുള്ള നമ്മുടെ ആ തീരുമാനമാണ് സഹോദരന്മാരെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പെരുന്നാളിന് നമ്മൾ കാണുമ്പോൾ, ആശ്ലേഷിക്കുമ്പോൾ, സന്തോഷം പറയുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും എല്ലാവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ എന്നാണ് സലാം പറഞ്ഞതിന് ശേഷം ആദ്യമായി പറയുന്നത്. രണ്ടാമത് സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കർമ്മം സ്വീകരിക്കാൻ ജീവിതത്തിൽ ശിർക്ക് വരാൻ പാടില്ല. ജീവിതത്തിൽ ശിർക്ക് വരാൻ പാടില്ല. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളും, അല്ലാഹു നമ്മെ എന്തിനാ സൃഷ്ടിച്ചത്? അല്ലാഹനെ മാത്രം പടച്ചോനെ എന്ന് വിളിക്കാനാണ്, പടപ്പേളെന്ന് വിളിക്കാനല്ല. ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ബീവിമാരിലേക്കും ഹോജമാരിലേക്കും മുസ്ലിയാക്കന്മാരിലേക്കും തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അതേപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ അവർ പരിഹരിക്കാൻ വേണ്ടി അല്ലാഹു അല്ലാത്ത മഹത്തുക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളിലേക്കും മഹത്തുക്കളിലേക്കും പോവുകയാണ്. അല്ലാഹനോട് ചോദിക്കേണ്ടത്, ബദരീങ്ങളെ എന്നെ കാക്കണേ. അതേപോലെ തന്നെ മമ്പുറന്തങ്ങപ്പാപ്പ എന്റെ പ്രയാസങ്ങൾ നീക്കണേ, എന്റെ ജീവിതത്തിൽ ഇടപെടാൻ അവർക്ക് സാധിക്കും, എനിക്ക് ബറക്കത്ത് തരാൻ സാധിക്കും, അവരെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസമുണ്ടോ? അവൻ കാഫിറാണ്, അവൻ മുശ്രിക്കാണ്. അവന്റെ ഒരു പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും പരിഹരിക്കാൻ അംബിയാ ഔലിയാക്കന്മാരെ വിളിച്ചിരുന്ന ആളുകളോട്, മഹാന്മാരെ വിളിച്ചിരുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റകും. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന അമ്പിയാക്കന്മാരുണ്ടോ, ഔലിയാക്കന്മാരുണ്ടോ, മലക്കുകളുണ്ടോ, ജിന്നുകളുണ്ടോ, പിശാചുക്കളുണ്ടോ, ആരെ നിങ്ങൾ വിളിച്ച് സഹായം തേടിയാലും, ആരോട് നിങ്ങൾ പ്രയാസം പറഞ്ഞാലും, ലാ യസ്തതിഊന നസ്റകും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവർക്ക് അവരെ തന്നെ അവരുടെ പ്രയാസങ്ങൾ, ആർക്ക്? ഈ പറയപ്പെട്ട മഹാന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതുപോലും തീർക്കാൻ അവർക്ക് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണോ നിങ്ങളുടെ പ്രയാസങ്ങൾ അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്, പരിഹരിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, ഈദിന്റെ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാമിന്റെ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇസ്ലാമിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറയാനാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചത്. അല്ലേ? DJ ആടാനല്ല, തുള്ളിച്ചാടാനല്ല. ഇസ്ലാമിന്റെ ഈദിന് സന്തോഷങ്ങൾക്ക്, ഇസ്ലാമിന്റെ ആഘോഷങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ ആദർശമാണ്. ഇസ്ലാമിന്റെ ലോകത്ത് ഒരേ ഒരു മതം തന്നെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ഏത് സമയത്തും ആഘോഷവേളയിലും ആദർശം, മരണവേളയിലും ആദർശം, ദുഃഖവേളയിലും ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലയാണ് എനിക്ക് വലുത്. എൻ്റെ മാതാപിതാക്കളെക്കാളും, എൻ്റെ മക്കളെക്കാളും, എൻ്റെ സമ്പത്തിനേക്കാളും, എൻ്റെ ദുനിയാവിൻ്റെ മറ്റെന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും രസങ്ങളും ഉണ്ടോ, എൻ്റെ പ്രിയപ്പെട്ട റബ്ബിനെതിരായിക്കൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട റബ്ബിന് എതിരായിക്കൊണ്ട് എൻ്റെ ഭാര്യ പറഞ്ഞാൽ, എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞാൽ, എൻ്റെ ബിസിനസ് പറഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞാൽ, എൻ്റെ നാടും എൻ്റെ നാടിൻ്റെ സംസ്കാരവും പറഞ്ഞാൽ, മാറ്റിവെക്കാൻ അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുമ്പോ അവിടെയാണ് ആ മുഅ്മിൻ പറയുന്നതിന് അർത്ഥമുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എനിക്ക് അവന്റെ റബ്ബാണ് വലുത്. എങ്ങനെയുള്ള റബ്ബാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള, എനിക്കെല്ലാം ചെയ്തു തരുന്ന എൻ്റെ പ്രിയപ്പെട്ട റബ്ബ്, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. വലില്ലാഹിൽ ഹംദ്, അവനാണ് സർവസ്തുതികളും. ഇതാണ് സഹോദരന്മാരെ, ഇതാണ് ഇസ്ലാമിന്റെ ആദർശം. ഇതാണ് ഒരു അമൽ സ്വീകരിക്കാൻ ഏറ്റവും വേണ്ടത്. രണ്ടാമത് സഹോദരന്മാരെ, ഗോപ്യമായ ശിർക്കിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. എന്താ ഗോപ്യമായ ശിർക്ക്? അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ഒരുപാട് കൊടുത്തു, നമ്മൾ ഒരുപാട് നമസ്കരിച്ചു, മറ്റുള്ളവർ കാണട്ടെ. എന്ത് സഹോദരിമാരെ, ശരിക്കും മനസ്സിലാക്കിക്കോളൂ, ഒന്നും ഉണ്ടാവുകയില്ല, ജനങ്ങൾ കാണട്ടെ. ഞാൻ നല്ല ഡ്രസ് കോഡിൽ നടക്കുന്ന പെണ്ണാണ് എന്ന് മറ്റുള്ളവർ കാണട്ടെ.
അള്ളാഹ് ഡ്രസ് കോഡിനെ കുറിച്ച് മുഅ്മിനാത്തുകളുടെ മുഅ്മിനീങ്ങളുടെ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം യാ ബനി ആദമ ഖദ് അൻസൽനാ ലിബാസൻ യുവാരി സൗആതികും വരീഷ, നിങ്ങൾക്ക് വസ്ത്രമിറക്കി തന്നിട്ടുണ്ട് ആദമിന്റെ മക്കളെ. ലോകത്താർക്കും ഇല്ലാത്തൊരു സംവിധാനം അല്ലേ? മനുഷ്യനെ പോലെയുള്ള ആൾക്കുരങ്ങൾ കാലാകാലം ജീവിച്ചിട്ടുണ്ട്. അവർക്കൊരിക്കലും തോന്നിയിട്ടില്ല ഒന്ന് നാണം മറക്കണമെന്ന് ആൾക്കുരങ്ങിന് തോന്നിയിട്ടില്ല. ഇല്ലല്ലോ. ഇത് അള്ളാഹു നമുക്ക് നൽകിയിട്ട് അലങ്കാരമാണ്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെണ്ണേ, വസ്ത്രമുരിഞ്ഞ് നടക്കല്ലേ, വസ്ത്രമുരിഞ്ഞ് നടക്കല്ലേ. ശൈത്താൻ 1-ാം തീയതി മുതൽ, ഈ ഉമ്മത്തിനെ പഴിപ്പിക്കുന്ന 1-ാം തീയതി മുതൽ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്, നമ്മുടെ വസ്ത്രം ഉരിയാനാണ് ശ്രമിച്ചിട്ടുള്ളത് അല്ലേ? ആദമിനോട് പറഞ്ഞു, നമ്മുടെ ഉമ്മയോട് പറഞ്ഞു, ആ മരത്തിന്റെ കനി തിന്നോളൂ, അത് നിങ്ങൾ തിന്നോളൂ, നിങ്ങൾക്ക് ഇവിടെ അധികാരം ലഭിക്കും, കാലാകാലം ഇവിടെ കഴിയാം. അവരത് തിന്നു. തിന്നതോടുകൂടി അവരുടെ ശരീരത്തിലുള്ള നഗ്നതകൾ വെളിവാകുന്നു. നമ്മുടെ ജീവിതം, നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും 1-ാം തീയതി അവർ ചെയ്തത്, ശൈത്താൻ ചെയ്തത് അവരെ നാണക്കെടുത്താനാണ് അല്ലേ? ഇന്നും നമ്മുടെ പെണ്ണുങ്ങളെ, നമ്മുടെ ആണുങ്ങളെ വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളായിക്കൊണ്ട് നരകത്തിലേക്ക് ഓടിപ്പോകുന്ന, സ്വർഗത്തിന്റെ ഒരു വാസന പോലും കിട്ടാത്ത പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിം പെണ്ണുങ്ങൾ ചെല്ലുമ്പോ, മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ ചരിത്രത്തിൽ നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഷിർക്കിൽ നിന്നും നമ്മൾ മുക്തമാകണം. നമ്മൾ കൊടുത്തത്, നമ്മൾ നമസ്കരിച്ചത് ആരും കാണാനല്ല. എത്ര വലിയ നഷ്ടമാണ് പ്രിയമുള്ളവരെ. ജനങ്ങൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുക. അവിടെ ഷെയറിങ് നടക്കുന്നു അല്ലേ? ഷെയറിങ്. അള്ളാഹ്ക്ക് വേണ്ടിയ ഇബാദത്ത് മറ്റുള്ളവരും കണ്ടോട്ടെ, ഇല്ല. അള്ളാഹ് മാത്രമാണ് കാണേണ്ടത്, അള്ളാഹ് മാത്രമാണ് മാർക്കിടേണ്ടത്. എന്റെ അടിമ ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അള്ളാഹിന്റെ മാർഗത്തിൽ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. എന്നിട്ട് ഈ മുത്തക്കികളായ ആളുകൾ പറയുന്നൊരു വർത്തമാനമുണ്ട് കേട്ടോ. എന്താ പറയുന്നത്? ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്, നിങ്ങളുടെ കണ്ണീരൊപ്പുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ മടക്കുത്തയച്ചിടാനല്ല. ഓനെ ഞാൻ അന്ന് സഹായിച്ചല്ലോ, എന്നെ കണ്ടപ്പോ എന്താ ഓനക്ക് ഒരു എണീറ്റുന്നാൽ എന്താ, ആ കസാരയിൽ നിന്ന് എണീറ്റുന്നാൽ എന്താ, അതിനല്ല. നിങ്ങൾ എണീറ്റ് നിൽക്കുകയോ എണീറ്റിരിക്കാതിരിക്കുകയോ എന്തോ ചെയ്തോ, നിങ്ങൾ ഒരു ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പൊളിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഞങ്ങൾ നമസ്കരിച്ചത്, ഞങ്ങൾ ദിക്ർ ചൊല്ലിയത്, ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്തത്, ഞങ്ങൾ ഖത്തം തീർത്തത്, ഞങ്ങൾ സ്വതക്കകൾ കൊടുത്തത്, ഞങ്ങൾ ദാനധർമ്മം ചെയ്തത് ഞങ്ങളുടെ കിതാബിൽ കാണണം. അതിനാ കൊടുത്തത്. ഇതില്ലേ പൊളിഞ്ഞു പോകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പറയപ്പെട്ട രീതിയിൽ റമളാനിൽ നമ്മൾ ഏത് പ്രവർത്തനങ്ങളാകട്ടെ ശിർക്കില്ലാതിരിക്കണം. മറ്റൊന്ന് സഹോദരന്മാരെ, റമളാനിൽ നമ്മൾ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ, നിയന്ത്രണങ്ങൾ വരുത്തി. ഇനി റമളാൻ ശവ്വാലിന്റെ പിറവി കണ്ടു. ഇതോടുകൂടി സർവ്വ നിയന്ത്രണങ്ങളും പൊട്ടിക്കുകയാണ്. എന്തെല്ലാം നിയന്ത്രിച്ചു? കണ്ണിനെയും കാതുകളെയും നിയന്ത്രിച്ചു. ആഭാസകരമായ മോശപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ തൽക്കാലം നമ്മൾ സലാം പറഞ്ഞു മാറി നിന്നു അല്ലേ? ഈ ഹറാമുകൾ കേൾക്കുന്നത്, കാണുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ ചുരുക്കി. പക്ഷേ ഇനി നോമ്പ് കഴിയുന്നതോടുകൂടി കടിഞ്ഞാൺ പൊട്ടിച്ചുകൊണ്ട് എല്ലാവിധ ഹറാമുകളും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. മരണം വരെ ഇത് തുടരണം. മരണം വരെ ഈ ഇബാദത്ത് തുടരണം കേട്ടോ അല്ലേ സഹോദരന്മാരെ? എവിടെയാണ് നന്മകൾക്ക് ഫുൾ സ്റ്റോപ്പ്? എവിടെയാ നന്മകൾക്ക്? എവിടെയാണ് പ്രിയമുള്ള സഹോദരികളെ ഫുൾ സ്റ്റോപ്പ്? റമളാനിൽ മാത്രമായി ഇബാദത്തുണ്ടോ? ഇല്ല. റമളാനിൽ മാത്രമായിട്ട് ഒരു ഇബാദത്തില്ല. രാത്രി നമസ്കാരം റമളാൻ അല്ലാഞ്ഞാലുമുണ്ട്, നോമ്പ് റമളാൻ അല്ലാത്ത സമയത്തുമുണ്ട്, ഖുർആൻ പാരായണം റമളാൻ അല്ലാത്ത സമയത്തുമുണ്ട്, എഴുത്തിക്കാഫ് റമളാൻ അല്ലാത്ത സമയത്തുമുണ്ട്, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ റമളാൻ അല്ലാത്ത സമയത്തുമുണ്ട്, അദ്കാറുകൾ റമളാൻ അല്ലാത്ത സമയത്തുമുണ്ട്. റമളാനിൽ മാത്രമായി ഒരു ഇബാദത്തുമില്ല. അതുകൊണ്ട് നന്മകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇല്ല, കോമയില്ല. എന്നിട്ടല്ലേ ഫുൾ സ്റ്റോപ്പ്? കോമയില്ല, പോവുകയാണ്. ഓടണം നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക്.
അള്ളാന്റെ സ്വർഗത്തിലേക്ക്. അവിടെ ഓടാൻ പറഞ്ഞു. ലിമിറ്റില്ലാത്ത ഹൈ സ്പീഡിൽ ഓടണം. ഏത് ദേശീയ പാതയിലും അല്ലെങ്കിൽ നാഷണൽ നമ്മുടെ ഏത് റോഡുകളിലാണെങ്കിലും സ്പീഡ് ലിമിറ്റ് ഉണ്ട്. 80-ൽ കൂടാൻ പാടില്ല, 100-ൽ കൂടാൻ പാടില്ല, 50-ൽ കൂടാൻ പാടില്ല. സ്കൂൾ സോണാണ്, 30-ൽ കൂടാൻ പാടില്ല. പക്ഷേ സ്വർഗപാതയിൽ സ്പീഡ് ലിമിറ്റ് ഇല്ല. ഒരേ ഒരു പാത മാത്രമേ ഉള്ളൂ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത പാത. അതേതാണ്? സ്വർഗത്തിലേക്കുള്ള പാതയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇല്ല. കാരണം നമുക്ക് എപ്പോഴാണ് സഹോദരന്മാരെ മരിച്ചു പോകുക അറിയില്ല. എപ്പോഴാണ് നമ്മളെ കഴിഞ്ഞ റമദാനിൽ ഉള്ള ആളുകൾ നമ്മുടെ കൂടെ ഇല്ല. നമ്മൾ ക്യൂവിലാണ് അല്ലേ? താങ്കൾ ക്യൂവിലാണ്. നമ്മൾ കേൾക്കുന്നു അല്ലേ? ഫോൺ വിളിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നെറ്റിൽ കൊടുക്കാനുള്ള ഫോൺ വിളിച്ചെന്തെങ്കിലും ചെയ്യുന്നത്, താങ്കൾ ക്യൂവിലാണ്. അതെ, താങ്കൾ ക്യൂവിലാണ് പ്രിയമുള്ള സഹോദരി, താങ്കൾ ക്യൂവിലാണ്. താങ്കൾ എപ്പോഴാണോ ആ ക്യൂവിന്റെ താങ്കളുടെ ഊഴമെത്തുന്നത്, അന്ന് ഞങ്ങൾ മെസ്സേജ് അയക്കും. സഹോദരി, ഇന്ന സഹോദരി മരിച്ചു. അന്ന് ഞങ്ങൾ മെസ്സേജ് അയക്കും. അന്ന് നിങ്ങളെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകും. അന്ന് എന്റെ പേര് വെച്ച് നിങ്ങൾ മെസ്സേജ് അയക്കും. എന്നെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകും. ആ സമയത്തേക്കുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതുവരെ ഇബാദത്തുകൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഒരു ഗ്യാരണ്ടി ഇല്ല സഹോദരന്മാരെ, ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. അന്ന് ഞങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് എന്നെയും നിങ്ങളെയും നമ്മളെയും കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകും. വീട്ടിലേക്കില്ലാത്ത അന്ത്യയാത്ര. നമ്മളെ സിറ്റ് ഔട്ടിൽ നിന്നും നമ്മളെ ഇറക്കും. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിക്കും. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒന്നും കൂടി ഓള് കണ്ടോട്ടെ എന്ന് പറയും. അന്ന് മുതൽ നിങ്ങളെ വിളിക്കും വിധവ എന്ന് വിളിക്കും. നിങ്ങളുടെ കുട്ടികളെ അനാഥ എത്തിയും കുട്ടികളാന്ന് വിളിക്കും. അതെ, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഭർത്താവ് ഒന്നും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് പറയും. ഭർത്താവിനെ എല്ലാരും ഇങ്ങനെ പിടിച്ചിട്ട് നിയന്ത്രണം വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഓളെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തു. ഓള് പോയി. എവിടേക്ക്? സ്വന്തമായ വീട്ടിലേക്ക്. അവിടെ ഷെയർ ചെയ്യാൻ ആരുമില്ല, അവിടെ കൂടെ കിടക്കാൻ ആരുമില്ല. ആ ഒരു പോക്ക് പോകാനുണ്ട്. എവിടുന്ന്? നമ്മുടെ പ്രിയപ്പെട്ട ഭവനത്തിൽ നിന്നും. ഇല്ലേ സഹോദരി? ഇല്ലേ? എന്നാണത്? ഇന്നാകാം. നമ്മുടെ പ്രിയപ്പെട്ട ഭവനത്തിൽ നിന്നും നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മുടെ മുറ്റത്തേക്ക് വെച്ചുകൊണ്ട്, മുറ്റത്ത് നിന്ന് നമ്മുടെ ഇന്റർലോക്കും കഴിഞ്ഞ് അല്ലെങ്കിൽ മുറ്റത്തിന്റെ ബൗണ്ടറി കഴിഞ്ഞാൽ തിരിച്ചാണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോരുവില്ല. ഈ ഒരു പോക്കുണ്ട് സഹോദരന്മാരെ, അല്ലേ? എത്ര നമ്മൾ കൊണ്ടുപോയി, എത്ര ഖബറിലേക്ക് ഇറക്കി വെച്ചു. എന്തേ നമ്മുടെ മനസ്സുകൾക്ക് മാറ്റമില്ലാത്തത്? അതുകൊണ്ട് അതുവരെ, മരണം വരെ നമ്മൾ ഇബാദത്തിൽ എടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ഫഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ട പ്രവർത്തനങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതാണ്. വൈൻ കല്ല, കുറച്ചായിക്കോട്ടെ, 12-11 റക്അത്ത് മുഴുവൻ നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിലും മൂന്നെങ്കിലും സ്ഥിരമായി ചെയ്യുക. സീസൺ ഭക്തി ഇസ്ലാമിലില്ല. ഒരു സീസണിൽ കുറെ ചെയ്യുന്നു, അവിടെ എത്തിയാൽ ചെയ്യുന്നു, ഇന്നൊരു സ്ഥലത്ത് കൂടുതൽ ചെയ്യുന്നു, ഇന്നൊരു സമയത്ത് കൂടുതൽ ചെയ്യുന്നു. ഇല്ല, അതല്ല സീസൺ ഭക്തി ഇസ്ലാമിലില്ല സഹോദരന്മാര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഏത് സമയത്ത്? റമദാനിലുണ്ട്, ഉണ്ടെങ്കിൽ ശവ്വാലിലുമുണ്ട്, ദുൽഖഅദിലുമുണ്ട്. എല്ലാ സമയത്തും അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് നല്ല മരണമുള്ളത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. മലക്കുകൾ വന്നുകൊണ്ട് റൂഹിനെ പിടിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മാലാഖുകാർ അവരുടെ കയ്യിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫം പുടവയുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള അതേ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധമുണ്ട്. അവര് വന്നുകൊണ്ട് നമ്മുടെ ചെറ്റക്കുടിലാണെങ്കിൽ ചെറ്റക്കുടിലേക്ക് വന്നുകൊണ്ട്, അല്ലെങ്കിൽ AC റൂമാണെങ്കിൽ AC റൂമിലേക്ക് വന്നുകൊണ്ട്, നല്ല നിലക്ക് ജീവിച്ച മനുഷ്യനാണ്, അള്ളാഹ്ക്ക് പൊരുത്തമുള്ള മനുഷ്യനാണ്. അതേ, നിങ്ങൾ വരൂ പടച്ചിറപ്പിന്റെ പൊരുത്തത്തിലേക്ക് നിങ്ങൾ വരൂ, മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നല്ല അടിമപ്പെണ്ണിന്റെ റൂഹിനെ എടുത്തുകൊണ്ട് ആ സ്വർഗത്തിൽ നിന്നുള്ള കഫംപുടവയിലേക്ക് വെച്ചുകൊണ്ട് സുഗന്ധമൊക്കെ പൂശിക്കൊണ്ടുപോകുന്ന ആ മണവാട്ടിയെ കൊണ്ടുപോകുന്ന, ആ മണവാളനെ കൊണ്ടുപോകുന്ന ദിവസമുണ്ടല്ലോ, അതാണ് സഹോദരന്മാരെ. ആ ദിവസം അങ്ങനെയാകാൻ വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്. അത് ഇസ്തിഖാമത്തുള്ള ആൾക്കേ കിട്ടുള്ളൂ. അതൊരു സീസൺ ഭക്തിയുടെ ആളുകൾക്ക് കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇസ്ലാമിന്റെ ആദർശമാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഘോഷമാകട്ടെ, സന്തോഷവേള ആകട്ടെ, അതെല്ലാം ഹലാലായ മാർഗത്തിലേ ഉള്ളൂ. ഇന്ന് ലഹരിയുടെ കൂത്തിറങ്ങാണ്.
മുസ്ലിം കുടുംബത്തിലെ ആണിന്റെയും പെണ്ണിന്റെയും പേരുകൾ തുരതുരെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ പേരും വരുന്നുണ്ട്, കൂട്ടത്തിൽ മാപ്പിളമാരെ പേരും വരുന്നുണ്ട്. മറ്റുള്ളവരോട് പോലെയല്ല നമ്മളുടേത്. നമ്മൾ ഖൈർ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് സഹോദരന്മാരെ. കടിഞ്ഞാൺ പൊട്ടിച്ചുകൊണ്ട് ഭീകരമായ അവസ്ഥയിലാണ് അല്ലേ. ആഘോഷങ്ങൾ കളറാക്കണ്ടേ, ആഘോഷങ്ങൾ കളറാക്കണ്ട സഹോദരന്മാരെ അല്ലേ. ഉപയോഗിച്ചോ, കുറച്ച് ഉപയോഗിച്ചോ. പ്രലോഭനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരിയാണോ, കുറച്ചാണെങ്കിലും കുറച്ചൊന്ന് ഫസ്റ്റ് ഒരു പെഗ് എടുത്ത് നോക്ക്, കുറച്ചൊന്ന് മൂക്കിൽ കയറ്റി നോക്ക് അല്ലേ, കുറച്ചൊന്ന് അടിച്ചു നോക്ക്. കുറച്ചല്ല, അതിനെന്താ കുഴപ്പം? ലഹരി ഉണ്ടാവില്ല. ഇതൊന്നും ശീലാവൂലെന്ന്, ഇതൊന്നും ശീലാവില്ല. ഞാൻ എത്ര കാലം ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ശീലമായിക്കണോ? ഞാൻ അതിന് അഡിക്റ്റ് ആയിട്ടില്ലല്ലോ അല്ലേ എന്നാണ് ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് ഉപയോഗിച്ചു നോക്ക് സഹോദരന്മാർ. റസൂലുള്ള പറഞ്ഞു ഹറാം, ഹറാം. അത് സ്വർഗസ്ഥരായ ആളുകൾക്ക്, ഇവിടെ ഹറാം കഴിക്കുന്ന, ഇവിടെ തോന്നിവാസം ചെയ്യുന്ന, ഇവിടെ മദ്യപിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. എന്ന് മാത്രമല്ല സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരന്മാർ അല്ലെ, ചെറുപ്പക്കാരികൾ, ഉമ്മാക്ക് മകൻ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മാക്ക് ബെഡ്റൂമിന്റെ കുറ്റി ഇട്ട് കിടക്കാൻ പറ്റണുള്ളൂ. ഉമ്മ പറയാണ് പോലീസ് ഓഫീസർമാർ അടുക്കൽ വന്നിട്ട് ഉമ്മ പറയാണ്, എനിക്ക് പേടിയാണ്, അവന്റെ ശാരീരിക ആവശ്യത്തിന് വേണ്ടി എന്നെ ഉപയോഗിക്കാൻ വേണ്ടി എന്റെ അടുത്തിലേക്ക് പാഞ്ഞു കയറാണ് അല്ലേ. ഉമ്മാനെ ബ്ലറായി ഇങ്ങനെ കാണിക്കണേ ഏതോ ഒരു ഉമ്മ അല്ലേ, ഏതോ ഒരു സഹോദരി. സ്വന്തം മകൻ അവരെ പിന്നെ ശാരീരിക ആവശ്യത്തിന് വേണ്ടി കാരണം ബോധമില്ല സഹോദരന്മാരെ അല്ലേ. സിന്തറ്റിക് ലഹരികളുടെ കൂത്തരങ്ങാണ്. എല്ലാം നഷ്ടപ്പെട്ട് കെട്ടഴിഞ്ഞു പോയ അവസ്ഥയിലാണ്. എവിടെയാണ് പരിഹാരം? ഇസ്ലാമിലാണ് പരിഹാരം. എന്തെല്ലാം പ്രലോഭനങ്ങളാണ് സഹോദരന്മാരെ നമ്മുടെ മക്കൾ കേൾക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെ മക്കൾ അതിൽ പെടൂല അല്ലേ. സഹോദര, ഉന്മേഷം കിട്ടാൻ ടൂറ് പോകുമ്പോ നമുക്കൊന്ന് പാറണ്ടേ, ടൂറൊന്ന് വൈബാക്കണ്ടേ. അന്ന് DJ കളിച്ച സമയത്ത് 2 മണിക്കൂറായപ്പോ ഇജ് കുഴങ്ങില്ലേ? ഞാൻ 2 ദിവസം തുള്ളിക്കണ്. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇജ് നല്ല സ്പോർട്സ് താരാണ്, എനിക്ക് സ്പോർട്സിൽ നല്ല കഴിവ് തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതാണ്ട് ചെല്ലണം. ഇജ് ഞാൻ കുഴങ്ങാണ്, ഇതാണ്ട് കുറച്ച് ചെന്നാമേ ആരും അറിയില്ല. സ്റ്റാറാകാം, തിളങ്ങാം, കളറാക്കാം, പാറി നടക്കാം അല്ലേ. അതിലൊന്നും വീയാത്ത കുട്ടിയാണെങ്കിൽ ഓനോട് പറയും പഠിക്കണ സമയത്ത് ഉറക്കം വരാതിരിക്കാൻ ഇത് കുറച്ചാണ്ട് ചെന്നോക്ക്. ഉറക്കം വരൂല, നന്നായി ഉന്മേഷം കിട്ടും. എത്ര സമയം വേണമെങ്കിലും പഠിക്കാം. ഒന്ന് യൂസ് ചെയ്തൊക്കെ ഫ്രീ ആയിട്ട് തരുന്നല്ലേ. ഇത് ആരാ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്ന് പറയുന്നു. ആരോട്? നമ്മുടെ മക്കളോട്. ആര് പറയുന്നു? അവരുടെ ചങ്ക് പ്രോകളാ പറയുന്നത്. വീണ് പോകും പ്രിയമുള്ളവരെ, ദീനില്ലെങ്കിൽ വീണു പോകും അല്ലേ. ഫ്രീ ആയിട്ടല്ലേ തരാനുള്ളത്. എന്റെ മക്കളോട് എന്നേ പറയാനുള്ളൂ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട യുവാക്കളെ, തുടങ്ങാതിരിക്കാം, ഒടുങ്ങാതിരിക്കാൻ. തുടങ്ങാതിരിക്കണം. നമ്മൾ തുടങ്ങിയാൽ, ഫസ്റ്റ് ഒന്ന് ഉപയോഗിച്ചാൽ, ഫസ്റ്റ് ഒന്ന് മണത്താൽ, ഫസ്റ്റ് ഒന്ന് കുടിച്ചാൽ പിന്നെ അതിന്റെ ആളാകും. പിന്നെ ഒടുങ്ങി തീരുകയാണ്. നാടിനും ഭാരം, നാട്ടുകാർക്കും ഭാരം, വീടിനും ഭാരം, എല്ലാവർക്കും ഭാരമായി നീച ജന്മമായി ഒടുങ്ങി തീരാൻ എന്റെ പ്രിയമുള്ളവരെ ആദ്യം നമ്മൾ തീരുമാനമെടുക്കണം. ഇത് കേവലം ലഹരിയിൽ ഒതുങ്ങുന്നില്ല. ആക്രമണങ്ങളും കൊലപാതകങ്ങളും, സ്വന്തം ഉടപ്പിറപ്പുകളെ പോലും കൊന്നു തള്ളുന്ന, ചുറ്റിക കടിച്ചു കൊല്ലുന്ന അല്ലേ നമ്മൾ കേൾക്കുകയാണ് അല്ലേ. ഒരു എലിയെ കൊല്ലുന്ന ലാഘവം, ഒരു എലിയെ കൊല്ലുന്ന ലാഘവത്തെ പോലെ സ്വന്തം മാതാപിതാക്കളെ, ഉറപ്പെടുപ്പുകളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക്. ഇത് ലഹരിയിൽ മാത്രം ഒതുങ്ങുന്നുണ്ടോ? ഒരു കള്ളുകുടിയിലും MDMA ഉപയോഗിക്കുന്നതിൽ മാത്രം ഇല്ല. അക്രമങ്ങളാണ്, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് യാ അയ്യുഹല്ലദീന ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ള. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ മനസ്സിലാക്കിക്കോ, ഒരു സമാധാനവും ഉണ്ടാവുകയില്ല. നിങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷവും പകവും ഉണ്ടാക്കാനാണ് ശൈത്താൻ ശ്രമിക്കുന്നത് അല്ലേ. ഇവിടെ എന്താ സഹോദരൻ നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആളുകൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇത് നിയന്ത്രിക്കേണ്ട ആളുകൾ ഒരു ഭാഗത്ത് നിയമസഭയിലും രാജ്യസഭയിലും ലോകസഭയിലും അത് ലഹരിയുടെ പ്രയാസങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ചർച്ച ചെയ്യുന്നു അല്ലേ. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് പ്രസംഗിക്കാണ്. അല്ലെങ്കിൽ അവിടെ തന്നെ അടുത്ത ഒരു നിയമസഭാ യോഗം ചേരുന്ന സമയത്ത് സംസാരിക്കുന്നു, മദ്യത്തിന്റെ ലഭ്യത എല്ലാവർക്കും ഉറപ്പാക്കണം. ഒരു ഭാഗത്ത് ഇതിന്റെ പ്രയാസം പറയുന്നു, മറ്റൊരു സമയത്ത് മദ്യത്തിന്റെ ലഭ്യത എല്ലാവർക്കും ഉറപ്പാക്കണം. പ്രൊമോട്ട് ചെയ്യുകയാണ്. നൈറ്റ് ലൈഫുകൾ, എല്ലായിടത്തും നൈറ്റ് ലൈഫുകൾ അല്ലേ പ്രൊമോട്ട് ചെയ്യുകയാണ്. എന്തിനാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്? എന്തിനാണ് നൈറ്റ് ലൈഫുകൾ? ജനങ്ങളെ സഹായിക്കാനാണോ? കണ്ണീരൊപ്പാനാണോ? ആണോ?
എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായ കാര്യം നാടിനോ നാട്ടുകാർക്കോ വീടിനോ വീട്ടുകാർക്കോ അവനോ ഉണ്ടാക്കാനാണോ അവൾക്കോ ഉണ്ടാക്കാൻ അല്ല, ആഭാസങ്ങൾക്കാണ്, വൃത്തികേടുകൾക്കാണ്, വ്യഭിചാരങ്ങൾക്കാണ്. ഇന്ന് വ്യഭിചാരം എന്ന് പറഞ്ഞ വാക്കൻ എടുത്തുപോയി പോയി. വ്യഭിചാരിണിയാണ്, വ്യഭിചാരാണെന്ന് വാക്കൻ എടുത്തുപോയി പോയി അല്ലേ? പ്രൊമോട്ട് ചെയ്യാണ് നൈറ്റ് ലൈഫുകൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന്റെ റിസൾട്ട് എന്താണെന്നറിയോ? ഇതിന്റെ റിസൾട്ട് എന്താ പ്രിയമുള്ള സഹോദരിമാരെ? ഇതിന്റെ റിസൾട്ട് എന്താണ് അല്ലേ? 10ഉം 12ഉം കൊല്ലം പഠിച്ചിറങ്ങി പാസ് ഔട്ടായി വരുന്ന സ്ഥാപനത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ, ആ കുട്ടികൾ എന്തെല്ലാം ഭയങ്കര ശക്തമായ ബോംബാണ്. ഈ ബോംബ് പൊട്ടുമോ എന്ന് പേടിച്ചിട്ട് പോലീസിന്റെ നിര, വലിയ വലിയ സ്കൂളുകളുടെയും ഹയർ സെക്കൻഡറികളുടെയും പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളെ പേടിച്ചിട്ട്, സമൂഹം പേടിച്ചിട്ട് അല്ലേ, നാട്ടുകാർ പേടിച്ചിട്ട് പോലീസിന്റെ നിര. ഒരു ഉമ്മ വൈറലായി. എന്താ ഉമ്മ വൈറലായത്? എന്തിയാ ആയത്? എന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ് അത്ര. പിന്നെ നമ്മൾ അറിഞ്ഞത് എന്തിയാ വൈറലായത്? ഉമ്മാര് പണ്ട് 1ാം ക്ലാസ്സിൽ കുട്ടികളെ കൈ പിടിച്ച് കൊണ്ടുപോകും, കുട്ടി വഴികേടിലാവാതിരിക്കാൻ വേണ്ടി, കുട്ടി പഠിച്ച് ഉഷാറാകാൻ വേണ്ടി. ഇന്നോ 10 കൊല്ലം പഠിച്ച് 12 കൊല്ലം പഠിച്ച് പാസ് ഔട്ട് ആവുമ്പോ ഉമ്മ വന്ന് വേഗം പിടിച്ചു വാങ്ങി കൊണ്ടുപോവുക. എന്തേ? 10 കൊല്ലം പഠിച്ചിട്ടും 10 കൊല്ലം പഠിച്ചതിന്റെ ശേഷം കുട്ടി കേടരാതിരിക്കാൻ, കുട്ടിനെ കുറിച്ച് ഭയപ്പാടാണ്. ഈ 10 കൊല്ലം പഠിച്ചത് എന്താ? 10 കൊല്ലം എന്താ പഠിച്ചത്? 10 കൊല്ലം പഠിച്ചത് ഇന്ന് സിലബസുകളിൽ വല്ലാതെ കൈവെക്കുകയാണ്. ലിബറലിസമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അധ്യാപകന്മാർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മതനിരാസം, ലിബറലിസം. അധ്യാപകന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് കുട്ടികൾ അതിലൂടെ വഹിച്ചെടുക്കുന്നത്? ജീവിതം ഒന്നേ ഉള്ളൂ. അതേപോലെ തന്നെ മൈ ബോഡി മൈ ചോയ്സ് ആണ്. അതാണ്, ആ സന്ദേശമാണ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കിതാബുകളിലൂടെ അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാൻ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, കളറാക്കണ്ടേ, ആസ്വദിക്കണ്ടേ? എന്തിന് നമ്മൾ ഈ ഒരു ജീവിതം വെറുതെ തുലക്കുന്നു? അതുകൊണ്ട് മാക്സിമം കളറാക്കണം, മാക്സിമം പാറി നടക്കണം. ഒരു വിധികളും വിലക്കുകളും ഇല്ല. മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ അവന് പ്രശ്നമല്ല, സമൂഹം അവന് പ്രശ്നമല്ല അല്ലേ? എന്നാൽ സഹോദരന്മാരെ, അള്ളാന്റെ റസൂൽ എന്നിട്ട് എന്താണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായോ? ഒരു പരിഹാരം ഉണ്ടായില്ല. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെങ്ങനെ മാറ്റി? ജീവിതം രണ്ടുണ്ട്. അള്ളാന്റെ റസൂൽ ഈ പ്രശ്നങ്ങൾക്ക്, മദ്യത്തിനും മദിരാശികൾക്കും തോന്നിവാസങ്ങൾക്കും ഹറാമുകൾക്കും എല്ലാത്തിന്റെയും കൂത്തരങ്ങായ ജാഹിലിയ അറബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്. എന്റെ പ്രിയമുള്ള രാഷ്ട്രീയക്കാരെ, എന്റെ പ്രിയമുള്ള സാംസ്കാരിക നായകന്മാരെ, എന്റെ പ്രിയമുള്ളവരെ, നാട്ടുകാരെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ലോകത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാൾ ഭീകരമായ ഒരു സമൂഹത്തെ, ഒരു സംസ്കാരത്തിന്റെ പൊൻകിരണം പോലും എത്താത്ത സമൂഹത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത് ഒരേ ഒരു വാക്കുകൊണ്ടാണ്. ജീവിതം ഒന്നല്ല, ജീവിതം രണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി പറയാണ്, റസൂലുള്ളാഹി ആദ്യം വന്നു അള്ളാനെ പരിചയപ്പെടുത്തുക ചെയ്തത്, പരലോകത്തെ പറയുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി ആദ്യം വന്നിട്ട് ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ പെണ്ണ് പിടിക്കരുത്, നിങ്ങൾ തോന്നിവാസം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ പറയും, മുഹമ്മദ് അയ്യന്റെ പണി നോക്ക്. മക്കക്കാര് പറയും, മുഹമ്മദ് അയ്യന്റെ പണി നോക്ക്, കള്ള് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കള്ള്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് വ്യഭിചാരം, പെണ്ണ്, അതുകൊണ്ട് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അവർ പറയുമായിരുന്നു. പക്ഷേ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നത് ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. എന്റെ പ്രിയമുള്ള പുരുഷന്മാരെ, എന്റെ പ്രിയമുള്ള സഹോദരികളെ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതി കൊടുത്തു, അതേ ഒരു അന്ത്യനാൾ വരാനുണ്ട് കേട്ടോ, അത് അവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും കേട്ടോ, വല്ലാത്തൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ, അത് വളരെ കൈപ്പേറിയ അനുഭവമാണ് കേട്ടോ, അതുകൊണ്ട് ജീവിതം രണ്ടുണ്ട്, ജീവിതം ഒന്നല്ല ഉള്ളത്, ജീവിതം രണ്ടുണ്ട് എന്ന് പഠിപ്പിച്ചപ്പോൾ മാറ്റം വന്നു. എന്റെ സഹോദരന്മാരെ, സഹോദരികളെ, എന്റെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, എല്ലാവിധ അധാർമികത പ്രവർത്തനങ്ങളുടെയും എല്ലാവിധ തോന്നിവാസങ്ങളുടെയും എല്ലാവിധ മൂല്യച്യുതികളുടെയും എല്ലാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമുണ്ട്. ആ മാധ്യമത്തിന്റെ പേരാണ് സിനിമ. നമ്മൾ ലാഘവത്തോടെ കാണുന്ന നമ്മുടെ കുട്ടികൾക്ക് സിനിമ എന്ന മാധ്യമം എത്രത്തോളം സ്വാധീനമുണ്ടാക്കുന്നു അറിയാമോ? നമ്മൾ കാണുന്നു, സിനിമ ക്ലിപ്പുകൾ കാണുന്നു, കുട്ടികൾ കാണുന്നു, കള്ളുകുടിയേക്കാൾ അപകടം, എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാൾ അപകടമാണ്. എന്താ പഠിപ്പിക്കുന്നത്?
എങ്ങനെ നന്നായിട്ട് MDM ഉപയോഗിക്കാം പഠിപ്പിക്കണില്ലേ? എങ്ങനെ ബാങ്ക് കൊളർച്ച നടത്താം, എങ്ങനെ ആളെ തട്ടാം, എങ്ങനെ തെളിവ് നശിപ്പിക്കാം. ഒരു കൊലപാതകം വന്നാൽ ഇവിടെ വരും, ആ സിനിമയിലെ കൊലപാതകമാണ്, ഈ സിനിമയിലെ പിന്നെ തർക്കം ഏത് സിനിമയിലേത്താണ്. എങ്ങനെ MDM ഉപയോഗിക്കേണ്ടത്, എങ്ങനെ MDM വിറ്റഴിക്കേണ്ടത്, പോലീസിന്റെ കണ്ണുവെട്ടിച്ച് എങ്ങനെയാണ് കള്ളക്കടത്ത് നടത്തേണ്ടത്, എങ്ങനെ ഒളിച്ചോടേണ്ടത്. 9ാം ക്ലാസ്സിലെ കുട്ടി, 7ാം ക്ലാസ്സിലെ കുട്ടി ഒളിച്ചോടാണ് ബോംബെക്ക്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, കർണാടകയിലേക്ക്. പെൺകുട്ടി, ചെറിയ പൈതം മോള് ഓടുകയാണ്. എന്തേ? ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് എങ്ങനെ ആടിപ്പോകാം. പ്രേമം, അതേപോലെ തന്നെ മറ്റുള്ള മതസ്ഥരുമായിട്ടുള്ള പിന്നെ വിവാഹ പ്രേമം. അവ ഏത് മതസ്ഥനായി, പ്രേമത്തിന് കണ്ണു മൂക്കൂല്ല, ഏത് മതസ്ഥനായിക്കോട്ടെ, ആരുടെ കൂടെയും പോകാം, അതൊന്നൊരു വിഷയമല്ല. ജീവിതം ഒന്നേ ഉള്ളൂ. ആണും തമ്മിൽ സെക്സ് ആവാം, പെണ്ണും, അത് അവരുടെ അവകാശമാണ്. LGBTQ, അവന് ഗേ ആണ്, എന്ത് നല്ലൊരു വൃത്തികേടാണ്, സുവർഗരതിക്കാരനാണ്, മൃഗക്കളേക്കാൾ അതപ്പതിച്ചവനാണെന്ന് പറയണ്ടേ. നല്ല വാക്കിട്ട് കൊടുക്കും. ഗേ ആണ്, ലെസ്ബിയനാണ്, ലെസ്ബിയൻ കപ്പിളാണ്. എന്ത്? ആണും വൃത്തികേട് ചെയ്യുന്ന ആളാണ്, പെണ്ണും വൃത്തികേട് ചെയ്യുന്ന ആളാണ്. അതിന് വലിയ പ്രമോഷൻ, അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ആര്? സിനിമകൾ. ഇതാ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു, കേൾക്കുന്നു. എന്താണെന്നറിയോ? എന്താണ് അതിലൂടെ പഠിപ്പിക്കുന്നത്? ഇൻസെസ്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. ആങ്ങളെയും പെങ്ങളും. എന്താണ്? ആങ്ങളെയും പെങ്ങളും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു. ഇതാരാ കാണുന്നത്? നമ്മുടെ മക്കളെ കാണുന്നത്. കേവലം ഒരു കല എന്നുള്ള നിലക്കല്ല എടുക്കുന്നത്, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കല നിലനിൽക്കുന്നുണ്ടോ? ഒരു സിനിമാ സ്റ്റാർ എന്തെങ്കിലും ഒരു ഡ്രസ് കോഡ് എടുത്താൽ നാട്ടിൽ മുഴുവൻ ആ ഡ്രസ് കോഡ്. ഒരു സിനിമാ സ്റ്റാറിന്റെ ഹെയർ സ്റ്റൈല്, നാട്ടിൽ മുഴുവൻ ആ ഹെയർ സ്റ്റൈൽ. എത്ര പെട്ടെന്ന്! അതുകൊണ്ട് കലയല്ല, അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവിടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് സ്ഥാനമില്ല, സമൂഹമേ നിങ്ങൾക്ക് സ്ഥാനമില്ല. ഈ സിനിമകളാണ് എല്ലാവിധ തോന്നിവാസങ്ങളും പഠിപ്പിക്കുന്നത്. നമ്മളെ മക്കൾ കാണുന്ന ആങ്ങളെയും പെങ്ങളും ഒപ്പം ലൈംഗിക സംതൃപ്തി നേടുന്നത്. എന്താ അതിന് പ്രശ്നം? ജീവിതം ഒന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പ്രശ്നമില്ലെന്ന് പിന്നെ എന്തെങ്കിലും പ്രശ്നം? ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഏറ്റവും അപകടകാരിയായ ഈ മാധ്യമത്തെ എങ്ങനെ ഇത് ഉപയോഗിക്കുക, ഈ ലഹരി ഉപയോഗിക്കുക, എങ്ങനെ അത് അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക, എങ്ങനെ ആളുകളെ തീരുമാനാക്കുക, എങ്ങനെ ഉമ്മാന്റെ നാഭിക്ക് പിച്ചാത്തി കയറ്റ, എങ്ങനെ തീരുമാനാക്കുക, എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ഇല്ലേ? കേട്ടിട്ടുണ്ട്. മദ്യം ഉപയോഗിക്കുമ്പോ സിനിമയിൽ എഴുതി കാട്ടത്രേ, മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്ന്. ആളുകളെ കൊല്ലുമ്പോ എഴുതി കാണിച്ചോ? അത് ഹാനികരല്ലേ? നാട് കുട്ടിച്ചോറാക്കണ 100 കണക്കിന് കാര്യങ്ങൾ എഴുതി കാണിക്കോ? എഴുതി കാണിച്ചുകൊണ്ട് കാര്യമുണ്ടോ? സഹോദരന്മാരെ, ഇതാണ് അവസ്ഥ. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് റബ്ബിനെ പഠിപ്പിക്കല്ലാതെ യാതൊരു വഴിയില്ല സഹോദരന്മാരെ. നമ്മുടെ മക്കൾ പഠിക്കണം. ഈ പ്രലോഭനങ്ങൾക്കിടയിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് റബ്ബിനെ പഠിപ്പിച്ചു കൊടുത്തോ. അതാണ് മുൻഗാമികൾ ചെയ്തത്. അള്ളാഹ് അറിയാതെ, അള്ളാന്റെ മലക്കുകൾ അറിയാതെ മിണ്ടാൻ പറ്റുകയില്ല. അതാണ് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. നമ്മൾ ഒരുപാട് പല തവണ പല കുറികെട്ട ആയത്താണ്. ലുക്മാൻ അലൈഹി സ്വലാം മോനോട് പറഞ്ഞു, മോനെ, നീ ഒരു തെറ്റ് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും മടക്കുള്ളിൽ ആകാശങ്ങളിലോ ഭൂമികളിലോ എവിടെ കൊണ്ടുവന്ന് വെച്ചാലും അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അള്ളാഹ് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല. അതാണ് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അതാണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെ പാൽക്കാരി പെണ്ണ് പറഞ്ഞത്. ഉമർ കണ്ടില്ലെങ്കിലും ഉമറിന്റെ റബ്ബ് അള്ളാഹ് കാണും, അള്ളാഹ് കാണുന്നുള്ളൊരു ബോധം ഇത് പഠിപ്പിച്ചു കൊടുത്തോളി. അള്ളാഹിനെ പഠിപ്പിച്ച് ഒരു പ്രശ്നമില്ല, എവിടേക്കും വിടാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം കേട്ടോ. ഭീകരമായ നരകമാണ്, അതിന്റെ കാവൽക്കാർ ഭീകരന്മാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ നരകത്തിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് കേട്ടോ. അല്ലേ? എത്ര മതം കൊടുത്തത്? മതം എത്ര കൊടുത്തത്? 5ാം ക്ലാസ്സിൽ നിന്ന് കുട്ടീനെ 1ാം ക്ലാസ്സിന് മദ്രസക്ക് വിട്ടു. അല്ലെങ്കിൽ സ്കൂളിൽ മദ്രസ ഉണ്ടെന്ന പേര് ഉണ്ടോ? അത് അന്വേഷിക്കില്ലേ? സ്കൂളിൽ ഇംഗ്ലീഷും മാത്സും മറ്റേതും മറിച്ചൊക്കെ കിട്ടുന്നുണ്ട്, അത് അന്വേഷിക്കും. അല്ലേ? ഞാൻ എല്ലാരും പറയല്ല.
എന്നിട്ടൊരു കുട്ടി 5ാം ക്ലാസ് 1 മുതൽ 5 വരെ മദ്രസ പോയാൽ പോയി. അതാ ഇളം പ്രായത്തിൽ കുട്ടികൾ സീരിയസ് ആയിട്ട് മതത്തെ മനസ്സിലാക്കിയിട്ടില്ല. ഇല്ല ജീവിതത്തിൽ ചെറിയ പൈതം മോളായ സമയത്താണ് ഒരു 5 വർഷം മദ്രസ പഠിച്ചു എന്ന് ഖുർആൻ ഓതാൻ പഠിക്കുന്നുണ്ടോ, അഖീദ പഠിക്കുന്നുണ്ടോ, അള്ളാനെ പഠിക്കുന്നുണ്ടോ, അവിടെ ചർച്ചയില്ല. സ്കൂൾ എത്ര കാലം പഠിച്ചു? 5ാം ക്ലാസ് എന്നല്ല, 2ാം ക്ലാസ് തുടങ്ങും. 2ാം ക്ലാസ് തുടങ്ങുകയാണ് ABCD പഠിപ്പിക്കുക. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി 20ഉം 25ഉം കൊല്ലമാണ് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നത്. എന്നിട്ട് എന്തേ ഉമ്മ കാത്തിക്കാണ് ഹയർ സെക്കൻഡറിക്കാരനെ പിടിച്ചുണ്ടാകാൻ അല്ലേ? ഇതല്ലേ അവസ്ഥ? അതുകൊണ്ട് എവിടെയോ പ്രശ്നം വന്നിട്ടുണ്ട്. ഈ പ്രശ്നം നമ്മൾ ചികിത്സിക്കണം സഹോദരന്മാരെ. എന്ന് മാത്രമല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഈദിന്റെ സുദിനം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ധാരാളമായി കൊടുക്കാൻ പറഞ്ഞു. റമദാനിൽ കൊടുത്തു, ഇനിയും കൊടുക്കണം. പ്രത്യേകിച്ച് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, റസൂലുള്ളാഹി പറഞ്ഞു, യാ മഅശറൻ നിസാ, പെണ്ണുങ്ങളെ, തസദ്ദഖ്ന വഅക്സിർനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ അള്ളാഹിന്റെ മാർഗ്ഗത്തിൽ ധാരാളമായി സദഖ കൊടുക്കണം. എന്ന് മാത്രമല്ല, നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. കാരണം നരകത്തിൽ ഞാൻ നിങ്ങളെ ധാരാളമായി കണ്ടു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് അശരണരെ ചേർത്ത് പിടിക്കണം. ദാനധർമ്മങ്ങൾ കൊടുത്തുകൊണ്ട് കുടുംബ സന്ദർശനം നടത്തണം. അറ്റുപോയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ വിളക്കി ചേർക്കണം. എന്തേ ഇപ്പൊ നന്നാകാൻ വന്ന്? ഞാനൊരു മദ്രസയിൽ പഠിച്ചു 30 ദിവസം. ആ മദ്രസ എനിക്കുണ്ടാക്കിയ തന്ന മാറ്റമാണ്. ഞാനൊരു പാഠശാലയിൽ നിന്ന് വരികയാണ്. ഇനി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കാൻ എനിക്ക് പറ്റൂല. കാരണം അമല് സ്വീകരിക്കൂല. ഇത്രയേ കഷ്ടപ്പെട്ട് നിസ്കരിച്ച് നോമ്പും സക്കാത്തും കൊടുത്തിട്ട് തെറ്റിപ്പിരിഞ്ഞ് അമല് സ്വീകരിക്കൂല എന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് ഇനി എനിക്ക് പറ്റൂല. പെരുന്നാക്ക് പോയി കെട്ടേണ്ടി പിടിച്ചു. ആർക്കാണ് ഈ മസില്? എന്തിനാണ് ഈ മസില് പിടിക്കുന്നത്? എന്തിനാണ് സഹോദരി മസില് പിടിക്കുന്നത്? ഈ പറയണ ഈ മൂക്കിലേക്ക് വലിച്ചെടുത്ത കാറ്റിങ്ങോട്ട് വിടാൻ കഴിഞ്ഞില്ല സഹോദരന്മാരെ. കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകില്ല എന്നിങ്ങളി. എന്തിനാണ് ഈ മസിൽ പിടുത്തം? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ സഹോദരന്മാരെ, അശരണരായ മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനികളായിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ അല്ലേ, എത്രയാണ് കൊന്നു തള്ളുന്നത്? അതിന് കാരണക്കാരായ പല ആളുകളുമുണ്ട്. മുസ്ലിം നാമധാരികളുണ്ട്. സയനിസ്റ്റുകളായ ജൂതന്മാർ അതിന് ചുക്കാൻ പിടിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ, ലോക പോലീസ് ഇങ്ങനെ നോക്കിക്കാണ്. പൈതമക്കളെ കൊന്നില്ലാതാക്കാൻ എന്താ അവർ ശ്രമിക്കുന്നത്? ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ. ഈ പൈതമക്കളെ കൊന്നു തള്ളിയിട്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മൂഢന്മാരായ ആളുകൾ ഇസ്ലാം ഉയരുകയാണ്. ഇസ്ലാം ജനപദങ്ങളിലേക്ക്, അതേപോലെ തന്നെ ഹൃദയങ്ങളെ പിടിച്ച് ഹൃദയങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അവരുടെ നാവുകൾ കൊണ്ട് അവർ ഇസ്ലാമിനെ ഊതിക്കെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ വൃത്തികേടുകൾ കൊണ്ട്, അവരുടെ പേനകൾ കൊണ്ട് അവർ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾ എത്ര ശ്രമിച്ചാലും ശരി ഈ പ്രിയപ്പെട്ട മതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ ഈദിന്റെ സമയത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഈ പറയപ്പെട്ട ഈദിന്റെ സുന്നത്തുകളെല്ലാം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ദിവസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടും വരെ അള്ളാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്ത ചൈതന്യം കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മാരകമായ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, കഴിഞ്ഞ ഈദ്ഗാഹിലൂടെ പങ്കെടുത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്.